നാടകം പ്രവേശനോത്സവം വലിയ ആഘോഷത്തോടു കൂടിയാണ് സ്കൂളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് മലപ്പുറം കക്കാട് MHM LP സ്കൂളിലാണ്. ഇവിടെ വർണ്ണാഭമായ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന പിഞ്ചോമനകൾക്ക് വൻ സ്വീകരണം ഒരുക്കുന്നു. ആദ്യം മുന്നിൽ തന്നെ ഒരു കുതിരയെ നമുക്ക് കാണാം. കുതിരയ്ക്ക് മുകളിൽ ഒരു കുഞ്ഞും ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് കടക്കാം. മോളെ ആദ്യമായിട്ടാണ് കുതിരന്റെ മുകളിൽ കയറുന്നത്? പൊളിയാണോ? ആദ്യമായിട്ടാണോ കുതിരന്റെ മുകളിൽ കയറുന്നത്? ആണോ? എങ്ങനെയുണ്ട്? ആണോ? 1ാം ക്ലാസ്സിലേക്ക് ഇന്ന് ആദ്യമായിട്ട് പോവാണോ? എന്തൊക്കെയാ വാങ്ങിച്ചിട്ടുണ്ട്? ഈ കുതിര സവാരി നല്ല പൊളിയാണ് എന്നുള്ളത് പറയുന്നത്. അതിനേക്കാൾ വലിയ അട്രാക്ഷൻ മറ്റൊരു സംഭവമാണ്. അതായത് അലങ്കാര പക്ഷികളുടെ രൂപത്തിലുള്ള ഒരു മൂന്ന് രൂപങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഇത് കുട്ടികളോടൊപ്പം തന്നെ ഇങ്ങനെ നടക്കുന്നു, സഞ്ചരിക്കുന്നു. അങ്ങനെ വളരെ രസമുണ്ട്. മക്കളെ എങ്ങനെയുണ്ട്? ഇത് എന്താ സംഭവം? ഇങ്ങനെ സ്വീകരണം എങ്ങനെയുണ്ട്? എന്തൊക്കെയാ ഈ റാലിയിലുള്ള? കുട്ടികളൊക്കെ തന്നെ വലിയ ആഘോഷത്തിലാണ്. ഇവിടെ ഈ 5ഓളം ഈ അലങ്കാര പക്ഷികളുടെ രൂപമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അവർ കുട്ടികൾക്കൊപ്പം ഈ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്കൂളിൽ 180ഓളം പുതിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലേക്ക് പുതിയ അഡ്മിഷനാണുള്ളത്. വലിയൊരു സ്വീകരണം. കുട്ടികൾക്ക് പ്രത്യേകമായി ക്ലാസ് മുറി തയ്യാറാക്കിയിരുന്നു. ഈ ക്ലാസ് മുറിയിൽ തറവാട് എന്നാണ് ഈ ക്ലാസ് മുറിക്ക് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ യാത്ര ഇങ്ങനെ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ സ്കൂളിലെ അധ്യാപകർ എല്ലാവരും ഉണ്ട്. എന്തൊക്കെയുണ്ട്? പലതുണ്ട്. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണോ? എന്തൊക്കെയാ വാങ്ങിച്ചാ സ്കൂളിലോട്ട് വന്നേ? ഒരുപാട് ഡ്രസ്സും പാന്റും ഒക്കെ ഉണ്ട്. പുതിയ ബാഗൊക്കെ വാങ്ങിച്ചാ? നന്നായിട്ട് പഠിക്കാനാണോ പ്ലാന്? അങ്ങനെ കുട്ടികളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. നമുക്ക് ആ രൂപങ്ങളിലേക്കൊന്നും കൂടെ കടക്കേണ്ടതുണ്ട്. ഇതാണ് അതിന്റെ ദൃശ്യങ്ങൾ. ഇതിനുള്ളിൽ ഒരു ആളുകളാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇത്തരം ഒരു രൂപം ധരിച്ച് നടക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ടീച്ചറെ കുട്ടികളൊക്കെ ഭയങ്കര വൈബിലാണോ? യെസ്, ഫുൾ വൈബാണ് ഞങ്ങളുടെ സ്കൂള്. എന്തൊക്കെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? ഇത് തന്നെ മെയിൻ ആയിട്ട്. പിന്നെ ഞങ്ങൾ ലൈവായിട്ട് ജിലേബി ഇതൊക്കെ കൂടിയാണ് കൊടുക്കുന്നത്. എന്നും ഞങ്ങളുടെ സ്കൂൾ വെറൈറ്റി ആണ്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായുള്ള ഈ ജാഥയുടെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്ന് ഈ ജീപ്പാണ്. ഈ ജീപ്പിൽ നിരവധി വേഷധാരികളുണ്ട്. പട്ടാളക്കാരുണ്ട്, ഡോക്ടറുണ്ട്, ടീച്ചറുണ്ട്, കർഷകനുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ട്. നമുക്ക് പട്ടാളക്കാരൻ്റെ അടുത്ത് പോകാം. നല്ല തോക്കൊക്കെ കാണുന്നുണ്ട്. എന്താണ്, പട്ടാളക്കാരനാണോ? ആരാ മീശയൊക്കെ വരച്ചെന്ന്? ആണോ? മീശ ഇഷ്ടമായോ? പട്ടാളക്കാരൻ ആവാൻ ആഗ്രഹമുണ്ടോ? പട്ടാളക്കാരനുണ്ട്. ഒപ്പം തന്നെ അതാ ഡോക്ടറുണ്ട്. ഡോക്ടറാണോ? എങ്ങനെ, ആരാ ഈ വസ്ത്രമൊക്കെ ധരിപ്പിച്ചെന്ന്? ആരാ ധരിപ്പിച്ചെന്ന് ഡ്രസ്? ആണോ? ഒപ്പം തന്നെ ഈ നമുക്കിനി ടീച്ചറെ അടുത്ത് കൂടെ പോവാം. ടീച്ചർ പക്ക ടീച്ചർ ലുക്ക് തന്നെയാണ്. അങ്ങനെ 1ാം ക്ലാസ്സിലേക്ക് പോവാണോ? 1ാം ക്ലാസ്സിലേക്ക് പോവാണോ? എന്തൊക്കെയാ വാങ്ങിച്ചെന്ന്? അവര് ആദ്യ ദിനത്തിന്റെ ആ ഒരു പിന്നെ ഞെട്ടലിലൊക്കെ തന്നെയാണ്. ടീച്ചർ പക്ക സാരിയും പിന്നെ കണ്ണടയും പുസ്തകമൊക്കെയായി ആ ഒരു നല്ല വൈബിലാണ്. ഒപ്പം തന്നെ കർഷകനുണ്ട്. കർഷകനാണോ? വസ്ത്രം നല്ല രസമുണ്ട്. ആരാ വസ്ത്രം ധരിപ്പിച്ചു തന്നെ? ഇഷ്ടായോ? ആണോ? എന്തൊക്കെയാ ടീച്ചർ ചെയ്തെന്ന്? ടീച്ചർ എന്തൊക്കെയാ ചെയ്തെന്ന്? നേഴ്സ് ഉണ്ട്. അത് ഫസ്റ്റ് ദിവസമാണോ? ഏതായാലും ഈ എല്ലാ വസ്ത്രം ധരിച്ച നിരവധിയായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ ഉണ്ട്. എല്ലാവരും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും ഒപ്പം തന്നെ ഒരു ഞെട്ടലും ഒക്കെ തന്നെ കുട്ടികൾക്കുണ്ട്. ഏതായാലും ഈ യാത്ര അങ്ങനെ ഇവിടെ പുരോഗമിക്കുകയാണ്.
വർണ്ണാഭമായ ഡെക്കറേഷനുകളും ഒപ്പം തന്നെ ബലൂണുകളും മധുര പലഹാരങ്ങളും നൽകി നവാഗതർക്ക് മുതിർന്ന കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് വലിയ സ്വീകരണമാണ് എല്ലാ സ്കൂളുകളിലും ഒരുക്കിയിരിക്കുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ.